വെസ്റ്റീജ് എന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലൂടെ ജീവിതത്തിൽ ഒരു വലിയ വിജയം നേടിയ ജ്യോതി വിക്കി ജയ്സ്വാൾ ഈ ദമ്പതികളുടെ അനുഭവകഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. ശരിക്കും ഇതൊരു വിജയകഥ എന്നതിലുപരി ഒരു ബിസിനസ് യാത്രയുടെ നേർക്കാഴ്ചയാണ്. അതെ, തുടക്കം, അതിലെ ചില നിർണായകമായ തീരുമാനങ്ങൾ, നേരിട്ട പ്രതിസന്ധികൾ, പിന്നെ ഒടുവിൽ അവർ നേടിയെടുത്ത ആ വലിയ സ്വപ്നങ്ങൾ എല്ലാം ഇതിലുണ്ട്. തീർച്ചയായും നമ്മുടെ ലക്ഷ്യം ഈ കഥയെ വെറുതെ വിവരിക്കുക എന്നല്ല, അല്ല, മറിച്ച് ഇതിലൊഴിഞ്ഞിരിക്കുന്ന ചില പാറ്റേണുകൾ അത് കണ്ടെത്തുക എന്നതാണ്. എക്സാക്ട്ലി. ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന രണ്ടുപേർക്ക് ഇത്രയും വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ പിന്നിലെ ആ ഒരു മനഃശാസ്ത്രം, ബിസിനസ് തന്ത്രം, ആ മനോഭാവം, അതെല്ലാം എന്തൊക്കെയാണ്? ഈ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ അവരുടെ യാത്രയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. തീർച്ചയായും. കാരണം അവരുടെ തുടക്കം അത് അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. അല്ലേ അല്ല. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഈ ഒരു മേഖലയിൽ അവർ നേരത്തെയും ശ്രമിച്ചിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം ഉണ്ടായില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇവിടെയാണ് സാധാരണക്കാർ തളർന്നു പോകാറുള്ളത്. ഒരു തവണ പരാജയപ്പെടുമ്പോൾ അതെ, നിർത്തിപ്പോകും. പക്ഷെ അവരുടെ ഒരു കാഴ്ചപ്പാട് എന്നെ ശരിക്കും ആകർഷിച്ചു. ഏതാണത്? അവർ പറയുന്നത് ഇങ്ങനെയാണ്: ലക്ഷ്യം കിട്ടിയാലും ഇല്ലെങ്കിലും അത് വിധിയാണ്, പക്ഷെ ശ്രമിക്കാതിരിക്കുന്നത് തെറ്റാണ്. ആ ഒരു വാചകം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് കേവലം ഒരു ഇൻസ്പിറേഷണൽ കോട്ട് മാത്രമല്ല. അല്ല, ശരിയായ അവസരം, അതായത് വെസ്റ്റീജ്, അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപേ വിജയിക്കാൻ ആവശ്യമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്തിരുന്നു എന്നതിന്റെ തെളിവാണത്. ശരിയാണ്. അവസരം വരുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക എന്നൊരവസ്ഥ. പലരും അവസരങ്ങൾക്കായി കാത്തിരിക്കും, പക്ഷേ മാനസികമായി തയ്യാറായിരിക്കില്ല. ഇവർ നേരെ തിരിച്ചായിരുന്നു. പരിശ്രമം ഒരു ശീലമാക്കി മാറ്റിയവർക്ക് മുന്നിലാണ് പലപ്പോഴും അവസരങ്ങൾ വരുന്നത്, അല്ലേ? തീർച്ചയായും. ആ ഒരു മനോഭാവമുള്ളതുകൊണ്ടാവാം അവരുടെ ജീവിതത്തിലെ ആ ഒരു വഴിത്തിരിവ് എന്ന് പറയാവുന്ന ചില കൂടിക്കാഴ്ചകൾ നടന്നത്. ഭോപ്പാലിൽ വെച്ചുള്ളതും പിന്നെ മുംബൈയിൽ വെച്ചുള്ളതും. അതെ, ഭോപ്പാലിൽ വെച്ച് ദീപക് സാറിനെയും പിന്നീട് മുംബൈയിൽ വെച്ച് കമ്പനിയുടെ സാരഥിയായ ബാലി സാറിനെയും കണ്ടുമുട്ടുന്നത് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ബാലി സാറുമായുള്ള ആ ഒരു കൂടിക്കാഴ്ച. അതെ, ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ജ്യോതി ജയ്സ്വാൾ പറയുന്ന ഒരു നിരീക്ഷണം വളരെ രസകരമാണ്. ആ ഉയരത്തെക്കുറിച്ചുള്ളത്, അല്ലേ? അതെ, ബാലി സാറിന്റെ ഉയരം പോലെ തന്നെ ഈ കമ്പനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമെന്ന് എനിക്ക് ആ കൂടിക്കാഴ്ചയിൽ നിന്ന് മനസ്സിലായി. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ പ്രശംസയായി തോന്നാം. ഒരു ബിസിനസ്സിൽ നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നിക്ഷേപം നടത്തുന്നത് അതിന്റെ ഉൽപ്പന്നത്തിലോ പ്ലാനിലോ മാത്രമല്ല, അതിന്റെ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിലാണ്. എക്സാക്ട്ലി. ആ നേതാവിൽ ഒരു വിശ്വാസം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ ശരീരഭാഷയിൽ നിന്നും സംസാരത്തിൽ നിന്നും കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് അവരൊരു നിഗമനത്തിലെത്തി. അതെ, ഇതിനെ നമുക്ക് ലീഡർഷിപ്പ് ബൈ-ഇൻ എന്ന് പറയാം. ഓ, ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയുടെ ആത്മവിശ്വാസം താഴെത്തട്ടിലുള്ളവരിലേക്ക് പകരുക എന്നത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഈയൊരു ബിസിനസ് മോഡലിൽ. കാരണം നമ്മുടെ വരുമാനം കമ്പനിയുടെ വളർച്ചയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, ഈ കപ്പൽ ശരിയായ ദിശയിലാണ് പോകുന്നത്, ഇതിന്റെ കപ്പിത്താൻ കഴിവുള്ളയാളാണ് എന്നൊരു ബോധ്യം അവർക്ക് ആ നിമിഷം കിട്ടി. ആ ഒരൊറ്റ ബോധ്യമാണ് പിന്നീടുള്ള പരിശ്രമങ്ങൾക്കെല്ലാമുള്ള ഒരു ഊർജ്ജമായി മാറിയത്. തീർച്ചയായും. അപ്പോ ഒരു വശത്ത് ശക്തമായ നേതൃത്വത്തിലുള്ള ഈ വിശ്വാസം, മറുവശത്ത് കയ്യിലൊന്നുമില്ലാത്ത ഒരവസ്ഥ. ആ ഒരു കോൺട്രാസ്റ്റ്. അതെ, ഈ രണ്ട് വിപരീത യാഥാർത്ഥ്യങ്ങളെ അവരെങ്ങനെയാണ് ഒന്നിപ്പിച്ചത്? അതാണ് അവരുടെ കഥയിലെ ഏറ്റവും ശക്തമായ ഭാഗം. കാരണം ബിസിനസ് തുടങ്ങുമ്പോൾ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു എന്നവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് മോഡലിന്റെ ഒരു ഭംഗി മനസ്സിലാക്കേണ്ടത്. ശരിയാണ്. ഒരു പാരമ്പര്യാഗത ബിസിനസ് തുടങ്ങുന്നതിന് ഒരുപാട് മൂലധനം ആവശ്യമാണ്. കടമുറി വേണം, സ്റ്റോക്ക് എടുക്കണം, ശമ്പളം കൊടുക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് മോഡലിൽ കമ്പനി ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നു. പ്രൊഡക്ഷൻ, ബ്രാൻഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു വിതരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന മൂലധനം പണമല്ല, മറിച്ച് സമയവും പരിശ്രമവും ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവുമാണ്. അതാണ് അവർ തെളിയിച്ചതും. ദിവസവും കിലോമീറ്ററുകളോളം കാൽനടയായി പോയാണ് അവർ ആളുകളെ കണ്ടിരുന്നത്. സ്വന്തമായൊരു വാഹനം പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. എന്നിട്ടും അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്:
നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതൊരു പ്രശ്നമല്ല. എന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. വളരെ ശരിയാണ്. കാരണം ഈ ബിസിനസ്സിൽ നിങ്ങൾ വിൽക്കുന്നത് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല. ഒരു അവസരം കൂടിയാണ്. അതെ. നിങ്ങൾ മറ്റൊരാളോട് ഈ അവസരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ആദ്യം വാങ്ങുന്നത് ആ ഉൽപ്പന്നമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. നിങ്ങളുടെ വാക്കുകളിലെയും കണ്ണുകളിലെയും ആ ഒരു തിളക്കം. അതെ. സ്വന്തം കയ്യിൽ പണമില്ലാതിരുന്നിട്ടും താൻ പ്രതിനിധീകരിക്കുന്ന അവസരത്തിന് മറ്റൊരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ ആത്മവിശ്വാസമാണ് അവരുടെ ഏറ്റവും വലിയ മൂലധനമെന്ന് പറയാം. തീർച്ചയായും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ആത്മവിശ്വാസവും പരിശ്രമിക്കാനുള്ള മനസ്സും മാത്രം മതിയോ? അതെ. അവർ ഈ പ്രതിസന്ധികളെ മറികടന്നു. അതെ. അവരുടെ വിജയരഹസ്യം എന്താണെന്ന് വീഡിയോയിൽ ചോദിക്കുമ്പോൾ വളരെ സിമ്പിളായൊരു മറുപടിയാണ് അവർ നൽകുന്നത്. ആ ഉത്തരം കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നാം. പക്ഷേ അതിന്റെ പ്രായോഗികതയിലാണ് കാര്യം. അവർ പറയുന്നത് 3 വാക്കുകളാണ്. തുടർച്ചയായി ചെയ്യുക, തുടർച്ചയായി ചെയ്യുക, തുടർച്ചയായി ചെയ്യുക. എന്നിട്ടതിനൊരു ഉപമയും പറയുന്നുണ്ട്. അതെ. തുടർച്ചയായി വെള്ളം വീണാൽ ഒരു കല്ലിൽ പോലും ദ്വാരമുണ്ടാക്കാൻ കഴിയും. അതുപോലെ ജീവിതത്തിൽ വിജയിക്കാൻ നിരന്തരമായ പരിശ്രമം മാത്രം മതിയെന്ന്. ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ തുടർച്ചയായി ചെയ്യുക എന്ന് പറയുന്നതില് ഒരു അപകടമില്ലേ? അതെങ്ങനെ? തെറ്റായ കാര്യമാണ് തുടർച്ചയായി ചെയ്യുന്നതെങ്കിലോ? ഉദാഹരണത്തിന്, തെറ്റായ രീതിയിൽ ഭാരം ഉയർത്തുന്നത് തുടർന്നാൽ ഫലം പരിക്കായിരിക്കും. ശരിയാണ്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നത് ശരിയായ കാര്യമാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു? അവിടെയാണ് മെന്റർഷിപ്പിന്റെ പ്രാധാന്യം വരുന്നത്. ദീപക് സാറിനെ പോലുള്ളവരുടെ മാർഗനിർദ്ദേശങ്ങൾ അതൊരു നല്ല പോയിന്റാണ്. അപ്പോ അവരുടെ വിജയമെന്നത് കേവലം അന്ധമായ ഒരു ആവർത്തനമല്ല, മറിച്ച് ശരിയായ കാര്യങ്ങളുടെ ഒരു ചിട്ടയായ ആവർത്തനമാണ്. എക്സാക്ട്ലി. അതിനെ നമുക്ക് ഗൈഡഡ് കൺസിസ്റ്റൻസി എന്ന് വിളിക്കാം. ഗൈഡഡ് കൺസിസ്റ്റൻസി. അതായത് മാർഗനിർദ്ദേശത്തോടെയുള്ള സ്ഥിരത. ദിവസവും എത്ര പേരെ കാണണം, അവരോട് എന്ത് സംസാരിക്കണം, ഇതിനെല്ലാം ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം പിന്തുടർന്നുകൊണ്ടുള്ള സ്ഥിരതയാണ് വിജയത്തിലേക്ക് നയിച്ചത്. വെള്ളം കല്ലിൽ വീഴുന്നു എന്ന ഉപമയെ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ, വെള്ളം ഒരേ ബിന്ദുവിൽ തന്നെ തുടർച്ചയായി വീഴുമ്പോഴാണ് കല്ലിൽ ദ്വാരമുണ്ടാകുന്നത്. ശരിയാണ്. പലയിടത്തായി ചിതറി വീണാൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ആ ഒരേ ബിന്ദു ഏതാണെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഒരു മെന്റർ വേണ്ടത്. ആ ഒരു സിമ്പിളായ എന്നാൽ ചിട്ടയായ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം അത് ചെറുതൊന്നുമല്ല. അല്ലേയല്ല. പണമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് അവർ തന്നെ ചില കണക്കുകൾ പറയുന്നുണ്ട്. അതെ. ആ നേട്ടങ്ങൾ ഈ ബിസിനസ് മോഡലിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു ലക്ഷറി കാർ ഉൾപ്പെടെ നിരവധി കാറുകൾ. ഏകദേശം 20 ലക്ഷം രൂപയോളം ശരാശരി ചിലവ് വരുന്ന 20ഓളം അന്താരാഷ്ട്ര യാത്രകൾ. ഈ കണക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളൊന്ന്. കേവലം ഭൗതിക നേട്ടങ്ങൾ എന്നതിലുപരി മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുക എന്നൊരു തലം കൂടിയുണ്ടതിന്, അല്ലേ? തീർച്ചയായും. ഇതിനെ സോഷ്യൽ പ്രൂഫ് എന്ന് പറയും. സോഷ്യൽ പ്രൂഫ്. ഞാൻ പറയുന്ന ഈ അവസരം ശരിയാണെന്നതിന് തെളിവാണ് എന്റെ ഈ ജീവിതം എന്ന് പറയാതെ പറയുന്ന ഒരു രീതി. ഈ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ്. കാരണം ഇത് മറ്റുള്ളവരിൽ വിശ്വാസം ജനിപ്പിക്കുന്നു. ഇവർക്കിത് നേടാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് എനിക്കുമായിക്കോടാ എന്നൊരു ചിന്ത. അതെ. സാധാരണക്കാരനായ ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാക്കാൻ ഈ കാണാവുന്ന നേട്ടങ്ങൾക്ക് കഴിയും. വാക്കുകളേക്കാൾ എത്രയോ ശക്തമാണ് ദൃഷ്ടാന്തങ്ങൾ. ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ അവസരം ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് മാത്രമുള്ളതല്ല എന്ന് അവർ ആവർത്തിച്ചു പറയുന്നതാണ്. ആ ഒരു പോയിന്റ് വളരെ പ്രധാനമാണ്. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണോ അല്ലയോ എന്നത് ഒരു വിഷയമേ അല്ല. ആർക്കും ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഈ വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതെ. അതാണ് ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ആകർഷണവും. ഇതിനെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നിങ്ങളുടെ പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ സാമ്പത്തിക പശ്ചാത്തലമോ ഇവിടെ ഒരു മാനദണ്ഡമേ അല്ല. വേണ്ടത് പഠിക്കാനുള്ള മനസ്സും പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയുമാണ്. അതെ. പലപ്പോഴും ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ചട്ടക്കൂടുകളിൽ തിളങ്ങാൻ കഴിയാത്ത ഒരുപാട് പേർക്ക് അവരുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയൊരു വേദിയായി ഡയറക്റ്റ് സെല്ലിംഗ് മാറാറുണ്ട്. അവർ സ്വന്തം ഭാവിയെക്കുറിച്ച് മാത്രമല്ല, കമ്പനിയുടെ ഭാവിയെക്കുറിച്ചും വളരെ പ്രതീക്ഷയോടെയാണ് സംസാരിക്കുന്നത്.
അതെ, 20 വർഷം പൂർത്തിയാക്കുന്ന കമ്പനി. 2037ഓടെ ലോകത്തിലെ 1-ാം നമ്പർ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാകാൻ ലക്ഷ്യമിടുന്നു എന്ന് പറയുമ്പോൾ അത് കേവലമൊരു കണക്കല്ല. അല്ല, തങ്ങൾ ഭാഗമായ ഒരു വലിയ മുന്നേറ്റത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. ആ വലിയ ചിത്രത്തിന്റെ ഭാഗമാവുക എന്നത് ഏതൊരാൾക്കും പ്രചോദനം നൽകുന്ന കാര്യമാണ്. സ്വന്തം സാമ്പത്തിക ഉന്നമനം എന്നതിനപ്പുറം ഒരു ഇന്ത്യൻ കമ്പനിയുടെ ആഗോള വളർച്ചയിൽ താനുമൊരു പങ്കാളിയാവുന്നു എന്ന ചിന്ത അത് വലിയൊരു ഊർജം നൽകും. സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും ഒരു ചെറിയ പങ്ക് വഹിക്കാൻ കഴിയുന്നു. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ജ്യോതിയുടെയും വിക്കിയുടെയും വിജയം ഏതാനും ചില അടിസ്ഥാന ശിലകളിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. ഒന്ന്, അവസരം വരുന്നതിന് മുമ്പേ തയ്യാറായ ഒരു വിജയിയുടെ മാനസികാവസ്ഥ. 2, ശരിയായ നേതൃത്വത്തെ തിരിച്ചറിയാനും അവരിൽ പൂർണ്ണമായി വിശ്വസിക്കാനുമുള്ള കഴിവ്. മൂന്നാമതായി, പണമില്ലാത്തപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെയുള്ള പ്രവർത്തനം. 4, ഏറ്റവും പ്രധാനപ്പെട്ടത്, മാർഗനിർദ്ദേശങ്ങളോടുകൂടിയ ചിട്ടയായ നിരന്തരമായ പ്രവർത്തനം. ആവർത്തനത്തിന്റെ ശക്തി. ഈ ഘടകങ്ങളെല്ലാം ചേർന്നപ്പോഴാണ് ഒരു സാധാരണ ദമ്പതികളുടെ ജീവിതം അസാധാരണമായ ഒരു തലത്തിലേക്ക് ഉയർന്നത്. അവർ സംഭാഷണം അവസാനിപ്പിക്കുന്നത് തന്നെ വളരെ മനോഹരമായ പ്രതീക്ഷ നൽകുന്ന ഒരു വാചകത്തോടെയാണ്. ഇതുവരെ അളന്നത് ഒരു പിടി മണ്ണ് മാത്രം, ഇനി കീഴടക്കാനൊരു മുഴുവൻ ആകാശം ബാക്കിയുണ്ട്. മനോഹരമായിരിക്കുന്നു. അതവരുടെ യാത്ര തുടരുന്നു എന്നതിന്റെ സൂചനയാണ്. അതെ, തീർച്ചയായും. ഈ ചർച്ച കേട്ടുകഴിയുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാവാം. ജ്യോതിയും വിക്കിയും വിജയത്തിന്റെ സമവാക്യമായി മുന്നോട്ട് വെച്ചത് സ്ഥിരത എന്ന ലളിതമായ ആശയമാണ്. അതെ, കൺസിസ്റ്റൻസി. പക്ഷെ നമ്മുടെ ചർച്ചയിൽ നിന്ന് മനസ്സിലായി, ആ ലാളിത്യത്തിന് പിന്നിൽ മാർഗനിർദ്ദേശം, ശരിയായ സിസ്റ്റം, അടിയുറച്ച വിശ്വാസം എന്നിങ്ങനെ പല പാളികളുണ്ടെന്ന്. ശരിയാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ആവർത്തിക്കേണ്ട ആ ലളിതമായ പ്രവർത്തനം എന്താണ്? ആ ആവർത്തനം വെറുതെ ആവാതിരിക്കാൻ അതിനു ചുറ്റും നിങ്ങൾ പടുത്തുയർത്തേണ്ട ആ പിന്തുണയുടെയും മാർഗനിർദ്ദേശത്തിന്റെയും സിസ്റ്റം എന്തായിരിക്കണം? ഒന്ന് ആലോചിച്ചു നോക്കൂ.